ഞാൻ ഡോക്ടർ രാകേഷ് രാധാകൃഷ്ണൻ നായർ, ഡയറക്ടർ ഹെമറ്റോ ഓങ്കോളജി ആൻഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, മൈത്ര ഹോസ്പിറ്റൽ, കാലിക്കറ്റ്. നമുക്ക് പല സമയത്തും ബ്ലഡ് ക്യാൻസർ ഉണ്ടാവാൻ ഒരു മെയിൻ കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശക്തി വീക്ക് ആകുമ്പോഴാണ്. ബ്ലഡ് ക്യാൻസർ തന്നെ പല ടൈപ്സും ഉണ്ട്. ലിംഫോമ, മൈലോമ, ലുക്കീമിയ ആണ് ബ്രോഡ്ലി നമ്മൾ ബ്ലഡ് ക്യാൻസർ ക്ലാസിഫൈ ചെയ്യുക. ഇത് തന്നെ പല ടൈപ്സ് ഉണ്ട്. മോർ ദാൻ 50 ടൈപ്സ് ഓഫ് ബ്ലഡ് ക്യാൻസേഴ്സ് ഉണ്ട്. പല ബ്ലഡ് ക്യാൻസറും നമ്മൾ ഇപ്പോൾ കീമോ വഴി ക്യൂറബിൾ ആണ്. പല ബ്ലഡ് ക്യാൻസറും നമുക്ക് കീമോ ഇല്ലാത്ത പല മരുന്ന് വെച്ചിട്ട് ടാബ്ലറ്റ്സും നോൺ കീമോതെറാപ്യൂട്ടിക് ഏജൻസ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാൽ ചില ടൈംസ് ചില ബ്ലഡ് ക്യാൻസേഴ്സ് കീമോയോ അല്ലെങ്കിൽ നോൺ കീമോ ട്രീറ്റ്മെന്റ് വെച്ചിട്ട് കൺട്രോൾ ആവുന്നില്ല. അങ്ങനത്തെ അസുഖങ്ങൾക്ക് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ റീസൺ ഫോർ ദ ഡിസീസ്, ദാറ്റ് ഈസ് നമ്മുടെ പ്രതിരോധ ശക്തിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത ആ ക്യാൻസർ സെൽസിനെ നമുക്ക് വീണ്ടും ഇമ്മ്യൂൺ സിസ്റ്റം വഴി കൺട്രോൾ ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പോൾ പലപ്പോഴും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വഴി നമുക്ക് ആ ഡിസീസസിനെ പ്രതിരോധ ശക്തി ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഒരു 33-കാരനായ ഒരു കോഴിക്കോടുകാരനായ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് റെയറായ ഒരു ലിംഫോമയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് നമ്മൾ പലതരം കീമോ കൊടുത്തിട്ടും ആ ഡിസീസ് കൺട്രോൾ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫർദർ കീമോ കൊടുത്തുകൊണ്ട് ഡിസീസ് കൺട്രോൾ ആവില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഡിസീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ അയാൾക്ക് ഫാമിലിയിൽ മാച്ച് ഉണ്ടായിരുന്നില്ല. സിബ്ലിങ്സ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി, HLA മാച്ചിങ് എന്ന് പറയും. ആ HLA മാച്ചിങ് ചെയ്തപ്പോൾ മാച്ചിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ആലോചിച്ചപ്പോൾ ഞങ്ങൾ മാച്ച് അൺറിലേറ്റഡ് ഡോണർ സെർച്ച് വഴി ഞങ്ങൾക്ക് മനസ്സിലായി യൂറോപ്പിൽ അദ്ദേഹത്തിന് 100-ന് മുകളിൽ മാച്ചസ് ഉണ്ടായിരുന്നു, HLA മാച്ചിങ്. അങ്ങനെ ഞങ്ങൾ ഇന്റർനാഷണൽ രജിസ്ട്രി കോണ്ടാക്ട് ചെയ്ത് അവരോട് സംസാരിച്ച് അവര് ഒരു ഡോണർ ഡൊണേറ്റ് ചെയ്യാൻ, സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായി. അതൊരു അനോണിമസ് ഡോണറാണ്. അതാരാ നമുക്കും അറിയില്ല, പേഷ്യന്റിനും അറിയില്ല. ആ ഡോണർ, നല്ല മനസ്സുള്ള ആ ഡോണർ ലണ്ടനിൽ നിന്ന് സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്തു. എന്നിട്ട് ആ സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കാലിക്കറ്റ് മൈത്രയിലേക്ക് അത് പ്ലെയിൻ വഴി രജിസ്റ്റർ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു. രജിസ്റ്റർ എത്തിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് ഫ്രീസ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പേഷ്യന്റിന് ഹൈ ഡോസ് കീമോതെറാപ്പി കൊടുത്ത് പേഷ്യന്റിനെ സ്റ്റെം സെല്ല് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാക്കി ഞങ്ങൾ സ്റ്റെം സെല്ല് കൊടുത്തു. ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് ആക്റ്റീവ് ഡിസീസ് ആയിരുന്നു. ലിംഫോമ പേഷ്യന്റെ കക്ഷത്തിലും കയലകളൊക്കെ വലിയ വലിയ കയലകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്ന് പറഞ്ഞാൽ ഫ്ലോറിഡ് ഡിസീസ് എന്ന് പറയും. ഡിസീസ് കൺട്രോൾ ആവാത്ത സ്ഥിതിയിലാണ് ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. കാരണം ഡിസീസ് കൺട്രോൾ എന്ത് കീമോ കൊടുത്തിട്ടും കൺട്രോൾ ആവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. പേഷ്യന്റിന്റെ മജ്ജ മാറി, സ്വന്തം പുതിയ ഡോണറിന്റെ മജ്ജയായി മാറി. അത് കഴിഞ്ഞ് പേഷ്യന്റ് കൗണ്ട്സ് ഒക്കെ റിക്കവറായി ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പെറ്റ് സ്കാൻ, ഈ ക്യാൻസർ കൺട്രോൾ ഒക്കെ നോക്കാൻ വേണ്ടി നമ്മൾ പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞ ടെസ്റ്റാണ് ഉപയോഗിക്കുക. അപ്പോൾ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ ആ ഡിസീസ് ഒക്കെ കൺട്രോളായി. അത് കൺട്രോൾ ആവാനുള്ള മെയിൻ കാരണം നമ്മുടെ യൂറോപ്പിലുള്ള ലണ്ടനിലുള്ള ഡോണർ തന്ന സ്റ്റെം സെൽസ് വഴി ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മെയിൻ സെൽസ് ഡെവലപ്പായി. ആ ഇമ്മ്യൂൺ സെൽസ് ലിംഫോസൈറ്റ്സ് പേഷ്യന്റെ ക്യാൻസറിനെതിരെ ഫൈറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ടാണ് ഡിസീസ് പോയത്. ഇത് മരുന്ന് കാരണമല്ല, ഇത് ഇമ്മ്യൂൺ സിസ്റ്റം, വേറെ ആളെ ഇമ്മ്യൂൺ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മുടെ രോഗീന്റെ ഇമ്മ്യൂൺ സിസ്റ്റം മാറ്റി, ഡിഫക്റ്റീവായ ഇമ്മ്യൂൺ സിസ്റ്റം മാറ്റി ടോട്ടലി ന്യൂ ഇമ്മ്യൂൺ സിസ്റ്റം അയാൾക്ക് ബോഡിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഡിസീസിനെ കൺട്രോൾ ചെയ്തത്. അതിനാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ലിംഫോമ എഫക്റ്റ് എന്ന് പറയാം. അപ്പം ഇതിന്ന് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ബ്ലഡ് ക്യാൻസേഴ്സ് ഈവൻ സംടൈംസ് കീമോയും മരുന്ന് വഴിയും കൺട്രോൾ ആയില്ലെങ്കിലും പലപ്പോഴും നമുക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വഴി നമുക്ക് പല ബ്ലഡ് ക്യാൻസേഴ്സിനും ക്യൂർ വരെ ചെയ്യാൻ സാധിക്കും. രണ്ടാമത് നമുക്ക് അറിയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഡോണർ ഈവൻ തോ കേരളത്തിലെ ആളായിരുന്നെങ്കിലും അയാൾക്ക് ഫാമിലിയിൽ മാച്ച് ഉണ്ടായിരുന്നില്ലെങ്കിലും നമുക്ക് ഡോണർ മാച്ച് ഒക്കെ കിട്ടിയത് നമുക്ക് രജിസ്ട്രി വഴി യൂറോപ്പിലെ പേഷ്യൻസ് ആണ് മിക്കവാറും ഡോണേഴ്സ് ആയിരുന്നു. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ പോപ്പുലേഷൻ ചെറുതാണ്, എന്നിട്ട് നമുക്ക് ഡോണർ കിട്ടിയത് അവിടെ നിന്നാണ്. ഇന്ത്യയിലെ പോപ്പുലേഷൻ 100 കോടിന് മുകളിൽ ആൾക്കാരുണ്ട് ഇന്ത്യയിൽ, ബട്ട് സ്റ്റിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആൾക്കാർ ഡോണർ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് പല പേഷ്യൻസിനും മാച്ച് ഇല്ലാത്ത സ്ഥിതി വരുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ, നല്ല മനസ്സുള്ള നമ്മുടെ നാട്ടുകാർ, വി ഷുഡ് രജിസ്റ്റർ അവർ സെൽസ്. ഈ ഡോണർ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുക. ഈ സ്റ്റെം സെൽ ഡൊണേഷൻ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് പ്രോസസ് അല്ല. നമുക്ക് ബ്ലഡ് ഡൊണേഷൻ പോലെയാണ് സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യുന്നത്.
ഓക്കെ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒരു കോംപ്ലക്സ് പ്രൊസീജിയർ ആണെങ്കിലും ഈ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മാച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാരണം കുറേ പേരെ ലൈഫ് രക്ഷപ്പെടുന്നതാണ്. അപ്പം ദ മെസ്സേജ് ഇസ് ദാറ്റ് എവറിബഡി ഓഫ് യു ഹു ഈസ് ബിറ്റ്വീൻ ഏജ് ഓഫ് 18 to 50 ഷുഡ് രജിസ്റ്റർ വിത്ത് സ്റ്റെം സെൽ രജിസ്ട്രി. അങ്ങനത്തെ കുറേ സ്റ്റെം സെൽ രജിസ്ട്രീസ് ഉണ്ട്. അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾ രജിസ്ട്രേഷൻ നിങ്ങൾക്കൊരു കോസ്റ്റ് ഒന്നും വരുന്നതല്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ആർക്കെങ്കിലും വളരെ അർജന്റ് സ്ഥിതിയിലോ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വല്ല ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നിങ്ങൾക്ക് ഒരു മാച്ച് ആവാൻ കഴിയുകയാണെങ്കിൽ അത് ആ ഫാമിലിയും ആ പേഷ്യൻറ്റും ചെയ്യുന്ന ഏറ്റവും വലിയ ആൻഡ് ഹ്യൂമൻ കൈൻഡ് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും. സോ ഓൾ ഓഫ് യു പ്ലീസ് ഗോ ആൻഡ് രജിസ്റ്റർ വിത്ത് സ്റ്റെം സെൽ രജിസ്ട്രീസ് ആൻഡ് help to save lives. Thank you.